പക്ഷേ ഒരു ഫിലിമിന്റെ ഷൂട്ടിങ്ങിന് അവർക്ക് ഒരു പാട്ട് സീനുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ട് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് വേണം. അവരൊരിക്കലും അതിനുവേണ്ടി പുതിയ ഇൻസ്ട്രുമെന്റ് പൈസ കൊടുത്ത് മേടിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ് എല്ലാം മാക്സിമം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വളരെ പഴയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബുൾബുൾ എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് എനിക്ക് മലയാള ഫിലിമിൽ വന്നത് അച്ഛൻ ഉറങ്ങാത്ത വീട്ടില് ഒഴുകുകയായി പുഴ പോലെ എന്നൊരു പാട്ടില്ല. ഇതാണ് ബുൾബുൾ. എനിക്ക് പ്ലേ ചെയ്യാൻ അറിയില്ല. എന്താ നമ്മുടെ ടൈപ്പ് റൈറ്ററിന്റെ എനിക്ക് വേണം. ഇത് ബുൾബുൾ എന്നുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് പണ്ട് ഒരുപാട് പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഓഷ്യൻ ഡ്രംസ് എന്ന് പറഞ്ഞു, ഇത് കണ്ട ഓഷ്യൻ ഡ്രംസിന്റെ പ്രത്യേകത വെച്ചാൽ നോക്ക്, നമുക്ക് തിരമാലയുടെ എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലിന്റെ അകത്തുണ്ട. ഡഫായിട്ട് യൂസ് ചെയ്യാം. പലതും ശരിക്ക് ഷെയ്ക്ക് ഇതാണ് വേണ്ട. അതൊരു വെറൈറ്റി ഇൻസ്ട്രുമെന്റ് ആണ്. ഇതാ സ്റ്റീൽ ഫ്ലൂട്ട്, വെസ്റ്റേൺ ബാൻഡിൽ ജെത്രോട്ടിലൊക്കെ പ്ലേ ചെയ്യുന്ന ഒരു മെയിൻ ഇൻസ്ട്രുമെന്റ് ആണ് സ്റ്റീൽ ഫ്ലൂട്ട്. പിന്നെ ഇത് മെലോഡിക്ക. നമ്മുടെ വായിൽ പൈപ്പ് വെച്ച് ഊതിയിട്ട് അതിൽ സൗണ്ട് വരുത്തുന്നത്. മൗത്ത് ഓർഗൻ, വെറൈറ്റി മൗത്ത് ഓർഗൻ. എന്താ പേര് പറയാൻ എനിക്കറിയില്ല. ഈ പാമ്പാട്ടികൾ മകുടി ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ വേറൊരു വെറൈറ്റി ഇൻസ്ട്രുമെന്റ് നോക്കി, ബാക്ക് പേപ്പർ വലിയ കറക്റ്ററിയില്ല. ഇത് പണ്ട് കാലത്ത് നാടോടി കഥയിലെന്തോ ഇലകളെ ഓടിക്കാൻ വേണ്ടി രാജാവ് വിളിച്ചു വരുത്തി പ്ലേ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റാണ് ബാക്ക് പേപ്പർ. ഇത് ഞാൻ നിങ്ങളുടെ പടങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് മേലെ നോക്കി, തബല, ഡോലക്ക്, ചെമ്പെ, ദർബൂക്ക, പഞ്ചാബി ഡോല്. ഇത് വെറൈറ്റി ആയ വേറൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ബാൻചോ എന്ന് പറയും. ഈ മാപ്പിളപ്പാട്ടുകൾക്കൊക്കെ വായിക്കും, മാപ്പിളപ്പാട്ട്. അതുപോലെ ഈ ഇരിക്കുന്നതാണ് മാൻലി. ഈ താഴെ നിരത്തി വെച്ചിരിക്കുന്നത് പലരും അത് ബേബി ഗിറ്റാറെന്ന് പറയും. ഇത് താഴെ നിരത്തി വെച്ചിരിക്കുന്നത് ഉക്ലീലി എന്നുള്ളൊരു ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്കുള്ളത് ഇത് ക്ലാസിക്കൽ ഗിറ്റാറാണ്. ട്യൂണൗട്ടാണ്, ക്ലാസിക്കൽ ഗിറ്റാറാണ്. അതുപോലെ ഇത് ഡ്യുവൽ സ്ട്രിംഗ് ഗിറ്റാർ. സാധാരണ നമ്മൾ വായിക്കുന്ന ഗിറ്റാറിലേക്ക് 6 സ്ട്രിംഗ് ആണ് ഇത്. ആകെ ട്യൂണൗട്ടായി കിടക്കും. ഒരാളാണ് യൂസ് ചെയ്തത്. 2, 4, 6, 8, 10, 12 സ്ട്രിങ്സ്. ഇത് കോഡ്സൊക്കെ വായിക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. സമയത്ത് ട്യൂൺ ചെയ്ത് സ്റ്റാർട്ടാനായിട്ട്. പിന്നെ അതുപോലെ പഴയ ഗ്രാമഫോൺ റെക്കോർഡ് കണ്ടോ നോക്കി, പഴയ ഗ്രാമഫോൺ റെക്കോർഡ്. ഇനി ഇതിന്റെ തന്നെ പുതിയ ഗ്രാമഫോൺ റെക്കോർഡ് എന്നൊക്കെ കാണിച്ചു തരാം. അത് പഴയതാണെങ്കിൽ ഇത് പുതിയ ഗ്രാമഫോൺ. അതാകുമ്പോൾ നമ്മളിങ്ങനെ വൈൻഡ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഇത് ഇലക്ട്രിക് ആണ്. ഇത് നമുക്ക് സ്പീഡ് കൂട്ടാൻ കുറയ്ക്കുക എല്ലാം ചെയ്യാം. അങ്ങനെ എല്ലാവിധ വെറൈറ്റി ഇൻസ്ട്രുമെന്റ്സും. ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ്സ് എനിക്ക് തന്നിട്ട് പകരം മേടിക്കണമെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ അയാൾക്കത് വിൽക്കണമെന്ന് തോന്നുകയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് വളരെ റീസണബിൾ റേറ്റിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ വെറൈറ്റി ആയിട്ട് എല്ലാ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഇപ്പോൾ വീണയുണ്ട്, സിത്താറുണ്ട്, തമ്പുരുണ്ട്, എല്ലാ സാധനമുണ്ട്. നാടൻ പാട്ടിൻ്റെ സാധനങ്ങൾ, തുടി, പിന്നെ ഇലക്ട്രിക് പെർക്യൂഷൻ പാഡുകൾ, SPD20, R8 Mark II, റോക്ക് സ്റ്റാർ പാഡ്, നല്ല വെറൈറ്റി സാധനങ്ങൾ. എന്ത് ഇൻഷുറൻസ് അന്വേഷണം വന്നാലും നമുക്കിവിടെ ഉണ്ടാവും. ഇനി നമ്മളത് അറേഞ്ച് ചെയ്തു. വയലിൻ 3/4, 4/4, 2/4, ഇത് ബീറ്റ് ബോക്സ്, ക്ലാബ് ബോക്സ്, അതിലിരുന്ന് കൊട്ടേം ചെയ്യാം. നമ്മളിങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ അതിന് വെറൈറ്റി ഉണ്ട്. സ്നൈറിൻ്റെ ലിവർ അടിച്ചാൽ ഇതിന് വേറൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. വേറൊരു ഇൻസ്ട്രുമെന്റ് വേണ്ട. ഇതിന് പറയുന്ന പേര് എക്സാളെന്നാണ് തോന്നുന്നത്, കറക്റ്റ് എനിക്കറിയില്ല.